നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുതിയൊരു വിദേശ താരത്തെ ടീമിലേക്ക് എത്തിച്ചു. നിലവിൽ ഇവിടെ വിദേശ താരങ്ങളുടെ കോട്ടയൊക്കെ കംപ്ലീറ്റ് ആണ്. എന്നിട്ടും ഒരു വിദേശ താരത്തെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആരാധകരുടെ പ്രതിഷേധം ഫലം കണ്ടു എന്ന് തന്നെ പറയണം. ഇനിയിപ്പോൾ ഒരാൾ അൺരജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്ത് കളിപ്പിക്കും. സോ ഈ കൊണ്ടുവന്ന താരം എങ്ങനെയുണ്ട്? നമ്മൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ കണക്കുകളും മറ്റുമൊക്കെ sofascore.com ഡാറ്റ വെച്ച് അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ sofascore.com അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് പൊസിഷനിങ് ആണെന്നും വീക്ക്നെസ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണെന്നും ഒക്കെ ആ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അതാണ് മാർഗ്ഗമുള്ളൂ. നമ്മളിപ്പോൾ ആരും ഹംഗേറിയൻ ലീഗ് പോയി ഫോളോ ചെയ്യുന്നവർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാ സോഴ്സുകളൊക്കെ നോക്കി വിലയിരുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ തന്നെ ഈ താരത്തിൻ്റെ ഒരു സൈനിങ് എങ്ങനെയുണ്ടാകും, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മികച്ച സൈനിങ് ആണോ, എന്ത് നമ്മൾ പ്രതീക്ഷിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഹംഗേറിയൻ ലീഗ് ഫോളോ ചെയ്തിട്ട് പറയുന്നതല്ല, ലഭ്യമായിട്ടുള്ള സോഴ്സുകളിൽ പരതിയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ താരത്തിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ടോളായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അഗ്രസീവായിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. എന്തായാലും ഡിഫൻസിൽ അദ്ദേഹം കൂടുതൽ മികവ് കാണിക്കും. ഇപ്പം ആവശ്യത്തിനുള്ള പേസും മറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. സോ ആ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്കിളുകളും മറ്റുമൊക്കെ വളരെ മികച്ചതാണ്. ഒരു ഡിസ്ട്രോയർ എന്ന രൂപത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത്. ഡിഫെൻസീവ്ലി അദ്ദേഹം കൂടുതൽ മികച്ച താരമാണ്. അതേസമയം ഇപ്പം ക്രിയേറ്റീവ് സൈഡ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോയുടെ താഴെ പല സുഹൃത്തുക്കളും ജാഹുവിനെ പോലെയുള്ള ഒരു പ്ലെയറാണെന്ന് എന്നൊക്കെ വിലയിരുത്തുന്നത് കണ്ടു. എന്തായാലും അഹമ്മദ് ജാഹുവിനെ പോലുള്ളൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കണോ? അത് സംശയകരമാണ്. ലഭ്യമാവുന്ന ഡാറ്റകൾ വെച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബോൾ പ്ലേയിങ് കപ്പാസിറ്റി അത്ര മോശമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷെ അതിനപ്പുറം മികച്ച ഒരു ഡിസ്ട്രോയറാണ്. ഡിഫെൻസീവ്ലി അദ്ദേഹം കൂടുതൽ ശക്തി പ്രകടിപ്പിക്കുന്ന കളിക്കാരനാണ്. ഇപ്പോൾ ആകെ 300-ലധികം മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിൽ അദ്ദേഹം കളിച്ചതിൽ സെൻട്രൽ ബാക്കിൻ്റെ റോളിലും അദ്ദേഹം ഒരുപാട് കളിച്ചിട്ടുണ്ട്. 100 മത്സരങ്ങളോളമാണ്, അല്ലെങ്കിൽ ഓവർ 100 മത്സരങ്ങളാണ് അദ്ദേഹം ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിൽ കളിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പ്ലേയിങ് 11-ൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് അദ്ദേഹം ഉണ്ടാവുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഓൾ ഇന്ത്യൻ ഡിഫൻസ് തന്നെയായിരിക്കും അപ്പോൾ കളിക്കാൻ ഇറങ്ങുക. എന്തായാലും ഇതൊക്കെ കോച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ലഭ്യമാവുന്ന സൂചനകൾ നമ്മൾ പങ്കുവെക്കുന്നു എന്ന് മാത്രം. 30-കാരനാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രയധികം ഏജ്ഡ് അല്ല. CMD ആയിട്ടും അതുപോലെ തന്നെ CB ആയിട്ടും ഒക്കെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികം ഏജില്ല, ടോളാണ്, ഫിസിക്കലി ഓക്കെയാണ്. അതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യേണ്ടതാണ്. യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. റഷ്യയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, സെർബിയയിൽ കളിച്ചിട്ടുണ്ട്, പോളണ്ടിൽ കളിച്ചിട്ടുണ്ട്, ജന്മനാടായിട്ടുള്ള മോണ്ടിനെഗ്രോയിലൊക്കെ ഫസ്റ്റ് ഡിവിഷൻ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹംഗേറിയൻ ലീഗിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലീഗുകളൊക്കെ ഇപ്പോൾ ടോപ്പ് 5 ലീഗ് എന്നല്ല, അത് കഴിഞ്ഞാൽ യൂറോപ്പിലെ മോശമല്ലാത്ത ലീഗുകളിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കളികളുടെ എണ്ണം നോക്കുക. 12 സീസണുകളായിട്ട് അദ്ദേഹം മോർ ദാൻ 10 മാച്ചസ് എവറി സീസണിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 9 സീസണുകളിൽ മോർ ദാൻ 20 മാച്ചസും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുക ഫിറ്റ്നസ് മികച്ചതാണ് എന്ന് തന്നെയായിരിക്കും. പിന്നെ ഈ സീസണിലെ കണക്കുകൾ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ 16 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഹംഗേറിയൻ ക്ലബിന് വേണ്ടി അദ്ദേഹം ഡിസംബർ പകുതിയോടുകൂടിയാണ് കളിച്ചിരിക്കുന്നത്. ആ കളിയിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിരുന്നു. അതൊക്കെ നമ്മൾ sofascore.com നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പാസിംഗ് ആക്യുറസി മികച്ചതാണ്. 84% പാസിംഗ് ആക്യുറസി ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2.6 ഇൻ്റർസെപ്ഷൻസ്, 1.8 ടാക്കിൾസ്, 3.6 ക്ലിയറൻസസ് പെർ മാച്ച്. ഇതൊക്കെ പെർ മാച്ചിലെ കണക്കുകളാണ് അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം 6.6 ഡ്യുവൽസ് പെർ മാച്ച് വിൻ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കറണ്ട് ISL പ്ലേയേഴ്സിൽ ആരും അത്രത്തോളം ഒരു മികച്ച ആവറേജ് പുലർത്തുന്നില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മികച്ച സൈനിങ് തന്നെയാണ്. വിൻ്ററിൽ
ഇത്രയും മികച്ച ഒരു സൈനിങ് ഇതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. സോ വളരെ മികച്ച ഒരു സൈനിങ് ആണ് എന്നാണ് ഈ ഡാറ്റകൾ വെച്ച് നമുക്ക് പറയാൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ ഏജ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, 30 വയസ്സാണ്. അതുപോലെ തന്നെ ഫിറ്റ്നസ് നമ്മൾ പറഞ്ഞു, മോശമല്ലാത്ത ഫിറ്റ്നസ് ഉണ്ട്. മികച്ച ലീഗുകളിലാണ് അദ്ദേഹം കളിച്ചു വന്നിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വളരെ മികച്ചതാണ്. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ യൂറോപ്പിൽ കളിക്കുന്ന പോലെയല്ല. ഇന്ത്യയിൽ വന്ന് കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് മിഡ് സീസണിൽ വന്ന് കളിക്കുമ്പോൾ വലിയ രൂപത്തിൽ ഇവിടുത്തെ നമുക്കറിയാമല്ലോ ചൂടിൻ്റെ കാര്യവും മറ്റുമൊക്കെ, അതിലൊക്കെ വ്യത്യാസമുണ്ട്. മിഡ് സീസണിൽ വന്ന് അഡാപ്റ്റഡ് ആവണം, ഈ സാഹചര്യങ്ങളോട് ഇടപഴകണം. നേരെ അങ്ങ് വന്ന് സ്വിച്ചിട്ടാൽ ബൾബ് കത്തുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. മനുഷ്യരാണല്ലോ. ഇവിടെ വന്നിട്ട് അഡാപ്റ്റഡ് ആയിട്ട് ഈ സാഹചര്യങ്ങളോടൊക്കെ ഇണങ്ങിയിട്ട് കളിക്കണം. ഇത് സീസണിൻ്റെ തുടക്കത്തിൽ വരുന്ന പോലെയല്ല, പ്രീ സീസണൊക്കെ കളിച്ച് സെറ്റാവുന്ന പോലെയല്ല. നേരെ അങ്ങ് കളിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പെർഫോമൻസ് എത്രത്തോളം തുടക്കത്തിൽ നന്നാവും എന്നുള്ളത് കണ്ടറിയണം. അഡാപ്റ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇൻ പേപ്പർ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മികച്ച ഒരു സൈനിങ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.